So okay children, so today we are going to deal with the topic indicators and pH, how it affects us. Okay, അപ്പം അതിനകത്തേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടൊരു ക്വസ്റ്റൻ ആണ് ഇത്. അപ്പം ദർശന അതിന് ആൻസർ അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. Yes, I can hear Adarsh. Diluted acid which contain maximum possible amount of water. Diluted acid or diluted acids are the which contain maximum possible amount of water. Yes, correct. അപ്പൊ എന്താണ് ഒരു സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാല്? Strong acid which contain less amount of water. Minimum amount of water. അല്ല. Okay, you can mute. Okay, you tried at least. Diluted acid ആൻസർ കറക്റ്റ് ആണ്. Diluted acid എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ വെള്ളമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആസിഡ് കണ്ടന്റ് കുറവും കൂടുതൽ എമൗണ്ട് വാട്ടർ ഉള്ളതാണ് ഡൈല്യൂട്ടഡ് ആസിഡ്. പക്ഷെ ഒരു സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രോങ് ആസിഡിൽ ഏറ്റവും കൂടുതൽ H+ അയൺസ് ഉള്ളവരായിരിക്കും സ്ട്രോങ് ആസിഡ്സ്. ഓക്കെ, അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് കൂടി നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ എഴുതാൻ പറ്റുന്നുണ്ട്. കുറച്ചല്ല, സൈറ്റ് ഓരോ എക്സാമ്പിൾസ് ഫോർ ഈച്ച്. അപ്പം ഡൈല്യൂട്ട് ആസിഡ് നിങ്ങൾക്ക് ഏത് എഴുതാം? നിങ്ങൾക്ക് ഡൈല്യൂട്ട് HCl എഴുതാം, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്, എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷെ സ്ട്രോങ് ആസിഡിനാണെങ്കിലോ H2SO4, HCl, HNO3, ഇങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാം. ഇനിയിപ്പോ ഈ ഡൈല്യൂട്ടഡ് ആസിഡിന് പകരം what do you mean by concentrated acid and weak acid എന്നായിരുന്നു ക്വസ്റ്റൻ എങ്കിലോ? കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ ഉള്ള ആസിഡ് ആയിരിക്കും കോൺസെൻട്രേറ്റഡ് ആസിഡ്. ഐ ഫെൽറ്റ് റിയലി സില്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും അല്ലേ, രണ്ടും ഒരേപോലെ അല്ലേ തോന്നിയത്? ഡൈല്യൂട്ടഡ് ആസിഡ് സ്ട്രോങ്, എനിക്ക് ഇത്ര വലിയ വ്യത്യാസം, പക്ഷെ വ്യത്യാസം ഉണ്ട്. അപ്പം കുറെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇവരെങ്ങനെ ചോദിക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് നമ്മള് മാക്സിമം എമൗണ്ട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പകപ്പ് മാറി കിട്ടുമല്ലോ. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇതിന്റെ ഏതെങ്കിലും ഒക്കെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചു. വാട്ട് ആർ ആസിഡ്സ്, വാട്ട് ആർ ബേസസ്, അതിന്റെ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചു. ഇനി എന്താണ് ഒരു ഇൻഡിക്കേറ്റർ? സാധാരണ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാല് നമുക്കറിയുന്ന ഇൻഡിക്കേറ്റർ എന്താ? കാറിന്റെ ബൈക്കിന്റെ ഒക്കെ ഇൻഡിക്കേറ്റർ ആണല്ലേ. ഇൻഡിക്കേറ്റർ എന്തിനാ നമ്മൾ ഇടുന്നത്? നമ്മൾ റൈറ്റിലേക്ക് പോവാണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഹസാർഡ് ഇട്ടാൽ എന്തായി? എന്തോ ഒരു പ്രശ്നമുണ്ട്, റൈറ്റ്? ഇൻഡിക്കേറ്റർ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇടുന്നത് അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെയും. നമ്മളുടെ കയ്യിൽ ഒരു ആസിഡ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല ഇതിൽ ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കണം. ആദ്യം അവിടെ വെർച്വലി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഷേക്കിംഗ്. ഓക്കെ, ഫൈൻ. അപ്പം ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡൈ ആണ്. ആ ഡൈന്റെ പ്രത്യേകത എന്താ? അത് നമ്മളുടെ സ്റ്റുഡൻസ് വീഡിയോ ഓൺ ചെയ്യാത്തവര് ആരും അറ്റൻഡൻസ് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ മാം. ദെൻ നാളെ മുതൽ അവര് ക്ലാസ്സിൽ കയറിയുമില്ല. ഇപ്പോ ഈ ക്ലാസ്സിന്റെ അകത്ത് കയറിയിരിക്കുന്ന എല്ലാവരും ഇപ്പോ തന്നെ വീഡിയോ ഓൺ ചെയ്യണം. I think you all heard what Deepika ma'am just said. So please put on your cam. ഇത് തന്നെയാണ് ഞാൻ കുറച്ച് നേരത്തെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞത്. അപ്പം പ്ലീസ് പുട്ട് ഓൺ യുവർ ക്യാം. ആസ് ഐ സെഡ്, നമ്മളിങ്ങനെ ക്യാമറ ഇല്ലാതെ വെറുതെ ഇങ്ങനെ ക്യാമറ ഇല്ലാണ്ട് സംസാരിക്കുമ്പോൾ ഒരു രസമില്ല. ഓക്കെ, ഫൈൻ. ഹേയ് ജിക്കയുടെ ഹെയർ ഇപ്പോഴാണോ കട്ട് ചെയ്തത്? അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പം ഐ തിങ്ക് കുറച്ച് പേരൊന്നും ഐഷ, റൂസ, ലിനോയ്, രാജലക്ഷ്മിയുടെ ക്യാമ ഓൺ ആയിരുന്നല്ലോ നേരത്തെ. ഗായത്രി, വിശാൽ, ജയ്, ഐ തിങ്ക് you can monitor them, right now? Yeah. Okay, fine. So I'm continuing with the session. Okay, അപ്പം ഒരു dye that changes color when put into an acid or a base, അതിനെയാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതായത് ആസിഡിനകത്ത് അത് വേറൊരു കളർ തരും, ബേസിനകത്ത് വേറൊരു കളർ തരും. അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഈ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി നമ്മൾ ഇതിനെ പറയാ ആസിഡ്
ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് സാധാരണ പറയാ. ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ആസിഡ് ഏതാണ് ബേസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആയതുകൊണ്ടാണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. യൂഷ്വലി കോമൺ ആയിട്ട് കേട്ടോ 3 ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ലബോറട്ടറിയിലൊക്കെ ഉപയോഗിക്കുക. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ എന്താണെങ്കിലും കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്കൂൾ ലബോറട്ടറിയിലൊക്കെ. ലിറ്റ്മസ്, ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല. ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഓഫ്കോഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. If you get time, try to find out the structure of phenolphthalein. ഭയങ്കര ഭംഗിയാണ് ഫിനോൾഫ്താലിന്റെ സ്ട്രക്ചർ ആണ്. ഇതായിരുന്നു ഫിനോൾഫ്താലിൻ എന്ന് നമ്മൾ ഞെട്ടിപ്പോകും. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ ആണ് ഫിനോൾഫ്താലിൻ. ഓക്കെ, അപ്പം these are the 3 common indicators which we use: litmus, methyl orange, phenolphthalein. ഇനി ഞാൻ പറഞ്ഞു these are the most commonly used കേട്ടോ. സാധാരണ നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ലിറ്റ്മസിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, നമ്മുടെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ്, ലൈക്കൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ്. ഓക്കെ, മീഥൈൽ ഓറഞ്ചും ഫിനോൾഫ്തലിനും അങ്ങനെയല്ല. ഓക്കെ, ഇവര് രണ്ടുപേരും സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാ വരികയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് വരും. അതായത് ഒരു സാധനം നമ്മുടെ ഉണ്ട്, ഓക്കെ, നമ്മൾ ഇതിനകത്ത് സോറി ഞാൻ 2 വന്നത് ഇല്ലിനോ എന്തൊരു മെസ്സേജ് അയച്ചു, അതിന് 2 വന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഫൈൻ, ആളുടെ ലാപ്പില് ക്യാം ഓൺ അല്ല, പക്ഷെ മൊബൈലിൽ നിന്ന് 2 IDs നിന്ന് ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തില് ക്യാം ലിനോയ്. അപ്പം ഇത് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്, ഇത് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, സോ വാട്ട് ഐ വാസ് ടെല്ലിംഗ് യു ഇസ് ദാറ്റ് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് വരും. ലൈക്ക് ഒരു നമ്മളുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് വന്നു. ചിലപ്പോൾ പറയുന്നത് മീഥൈൽ ഓറഞ്ച് സൊല്യൂഷനിൽ ഇട്ടപ്പോഴായിരുന്നു അതിന് ഇങ്ങനെ കളർ വന്നത്, അല്ലെങ്കിൽ ഫിനോൾഫ്താലിൻ സൊല്യൂഷനിൽ ഇട്ടപ്പോൾ ഇങ്ങനെ കളർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. അപ്പൊ ഇത് നമ്മൾ ലിറ്റ്മസിൻ്റെത് നമ്മൾ ഓർക്കാനായിട്ട് എന്ത് ചെയ്തായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഒരു ചെറിയത് പഠിച്ചായിരുന്നല്ലോ. എന്താണ്? ബാസ്കിൻ റോബിൻസ് പോലെയാണ് ആസിഡ്സ് എന്ന് പഠിച്ചായിരുന്നു അല്ലെ. അതായത് ബ്ലൂവിൽ നിന്ന് റെഡിലേക്കാണ് ആസിഡ് മാറുന്നത്. ഓക്കെ, അപ്പം ബേസ് എന്ന് പറഞ്ഞാല് തിരിച്ച് റെഡിൽ നിന്ന് ബ്ലൂവിലേക്ക് പോകുന്നതാണ് ബേസ്. ഇനി എന്തുകൊണ്ടാണ് ഈ റെഡും ബ്ലൂ ഒക്കെ വന്നതെന്ന് നോക്കാം. ഈ ലിറ്റ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഡൈ ആണെന്ന് പറഞ്ഞു. അത് ലിറ്റ്മസ് പേപ്പർ ആയിട്ടും അവൈലബിൾ ആണ്, സൊല്യൂഷൻ ആയിട്ടും അവൈലബിൾ ആണ്. അപ്പം 2 കളേഴ്സ് ഉണ്ട് അതിന്. ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, റെഡ് കളർ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. അതേപോലെ തന്നെ സൊല്യൂഷൻ ആണെങ്കിലും അതെ, റെഡ് കളർ ലിറ്റ്മസ് സൊല്യൂഷനും ഉണ്ട്, ബ്ലൂ കളർ ലിറ്റ്മസ് സൊല്യൂഷനും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്ലൂ ടു റെഡ്, റെഡ് ടു ബ്ലൂ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ആസിഡ് ആണെങ്കിൽ ഒരു ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളർ ആക്കി മാറ്റും. ബേസ് ആണെങ്കിലോ റെഡ് കളർ ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആയിട്ട് മാറ്റും. മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ കയ്യിൽ 3 സൊല്യൂഷൻസ് ഉണ്ട്, നമ്മളുടെ കയ്യില് ഒരു ലിറ്റ്മസ് പേപ്പർ മാത്രമേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും ഇതിനകത്തുള്ളത് ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത്? അപ്പം ന്യൂട്രൽ ആണെങ്കിൽ ഇത് മുക്കിക്കഴിഞ്ഞാല് ഒന്നിനും ഒരു ചേഞ്ചും വരുന്നില്ല. സേ ലൈക്ക് ഇഫ് ദ ലിറ്റ്മസ് പേപ്പർ വി ഹാവ് ഇസ് റെഡ്, നമ്മൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ട്യൂബിൽ മുക്കുമ്പോൾ റെഡ് ബ്ലൂ ആക്കുകയാണെങ്കിൽ അത് ബേസ് ആണെന്ന് മനസ്സിലായി അല്ലെ. അപ്പം ഒരു കളർ ചേഞ്ചും വരാത്ത സംഭവം ന്യൂട്രൽ ആണെന്ന് മനസ്സിലായി. റെഡ് കളർ ലിറ്റ്മസ് പേപ്പർ ആയിരുന്നു, ഒരു ടെസ്റ്റ് ട്യൂബിൽ മുക്കിയപ്പം ഡിപ്പ് ചെയ്തപ്പോൾ ബ്ലൂ കളർ ആയെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ്സ് എ ബേസ്. ആ സൊല്യൂഷൻ ആണ് ബേസ് എന്ന് മനസ്സിലായി. വൺസ് നമ്മളുടെ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത 3ാമത്തെ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് മുക്കിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? റെഡ് ആയിട്ട് മാറും. അപ്പൊ അത് ആസിഡ് ആണെന്ന് മനസ്സിലായി.
ഇത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെയുണ്ട്, NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് ഈ ക്വസ്റ്റ്യൻ, പക്ഷെ അത് പലപ്പോഴും വന്നു കാണാറുണ്ട് കേട്ടോ. ഇനി വേറൊരു ട്രെൻഡ് ഞാൻ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. സാധാരണയൊക്കെ നമ്മളുടെ പിള്ളേരൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കാറുണ്ടായില്ലേ, വെറുതെ വിട്ട് കളയലാണ്. പക്ഷെ ദിസ് ടൈം നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പേടിയൊന്നുമില്ല, ബിക്കോസ് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇത് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങനെ ചോദിക്കും എന്നുള്ളത്. ഓക്കെ, സോ ഓവർ ടു മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂട്രൽ ആണെന്ന് വിചാരിച്ചോ, ലൈക്ക് വെള്ളം പോലെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചോ. ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസില് മീഥൈൽ ഓറഞ്ചിന്റെ കളർ ഓറഞ്ച് തന്നെയാണ്. ഓക്കെ, മീഥൈൽ ഓറഞ്ചിന്റെ ന്യൂട്രൽ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. പക്ഷേ നമ്മൾക്ക് തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ഒരു ആസിഡ് ആണെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് എന്തായി മാറും? റെഡ് ആയി മാറും. ഇനി നമുക്ക് തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ബേസ് ആണെങ്കിൽ കളർ യെല്ലോ ആയിട്ട് മാറും. ഓക്കെ, ന്യൂട്രൽ കളർ ഫോർ മീഥൈൽ ഓറഞ്ചസ് അതിനകത്ത് തന്നെ ഉണ്ട്, ഓറഞ്ച് ആണ്, അത് ന്യൂട്രൽ കളറാണ്. പക്ഷേ ആസിഡ് മീഡിയത്തിലാണെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച് ഇറ്റ്സ് കളർ ടു റെഡ് കളർ ആയിട്ട് മാറും. പിന്നെയോ ബേസിക് മീഡിയത്തിലാണെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച് ടു യെല്ലോ. ഈ ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം നമ്മളപ്പം ഈ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ഒക്കെ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ കഴിയണതും നമ്മളുടെ എക്സാം, നമ്മൾ കുറച്ച് വലിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോഴേ കഴിയുന്നതും മീഥൈൽ ഓറഞ്ചിനെ ഒഴിവാക്കി തരാറാണ് പതിവ്. കാരണം പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ആ കളർ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഓക്കെ, മീഥൈൽ ഓറഞ്ചിന്റെ കാര്യം ഓർത്ത് വെക്കാം. കുറച്ച് 2-3 കളേഴ്സ് ഓർത്ത് വെക്കാനുണ്ടെന്ന് മാത്രം. ന്യൂട്രൽ കളർ ഓറഞ്ച് ആണ്, ആസിഡിൽ അത് റെഡ് കളർ ആണ്, ബേസിൽ അത് യെല്ലോ കളർ ആണ്. അപ്പൊ നമ്മളുടെ മീഥൈൽ ഓറഞ്ച് കഴിഞ്ഞ് അടുത്തത് ഫിനോൾഫ്തലീൻ ആണ്. വെരി സിമ്പിൾ. ഫിനോൾഫ്തലീൻ ന്യൂട്രൽ ആയിട്ടുണ്ട് ഉള്ള ഒരു ഇതിലാണെങ്കിൽ, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലാണെങ്കിൽ ഫിനോൾഫ്തലീന്റെ കളർ എന്ന് പറയുന്നത് കളർ ഇല്ല, കളർലെസ് ആണ്. ഓക്കെ, കളർലെസ് ആണ്, ന്യൂട്രൽ ആണ്. ഓക്കെ, ഇനി അസിഡിക് മീഡിയത്തിലാണെങ്കിലും ഫിനോൾഫ്തലീന് കളർ ഇല്ല. യെസ്, റോഷൻ ആണോ? Yes, you have any doubt? ബേസിലാണെങ്കിൽ ഫിനോൾഫ്തലീൻ ഒരു കളർ വരും, പിങ്ക്. ഓക്കെ, ബേസിക് മീഡിയത്തിൽ അതിന്റെ കളർ പിങ്ക് ആയിരിക്കും. അപ്പം ഓർത്തെടുക്കാൻ ഏറ്റവും എളുപ്പം ഇതാണല്ലേ, അല്ലെ? രണ്ടെണ്ണത്തിലും കളർ ഇല്ല. ആസിഡ് ആണെങ്കിലും ന്യൂട്രൽ ആണെങ്കിലും കളർ ഇല്ല. ബേസിക് ആണെങ്കിൽ മാത്രം പിങ്ക് കളർ തരും. ഇനി ഇതിനകത്ത് നമുക്ക് വരാവുന്ന ഒരു കൺഫ്യൂഷൻ, അപ്പൊ നമ്മൾ എങ്ങനെ അറിയാം അത് ആസിഡ് ആണോ ബേസ് ആണോ? നമ്മൾ എങ്ങനെ അറിയാം? രണ്ടും കളർലെസ് അല്ലേ? ഓക്കെ, ഈ ഒരു അവസരത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാറുള്ളൂ. അതായത് ഏതെങ്കിലും ഒരെണ്ണം ആസിഡിക് ടൈട്രേഷന് വേണ്ടി മാത്രം മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറയും. ബേസിക് ടൈട്രേഷന് ഫിനോൾഫ്തലീൻ ഉപയോഗിക്കാൻ പറയും. ഈ ടൈട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവും. ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടുണ്ടാവുമല്ലോ, ബ്യൂററ്റ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ? ഒരു വലിയൊരു ഗ്ലാസിന്റെ ഒരു ട്യൂബ്, ബ്യൂററ്റ് എന്ന് പറയുന്ന ഒരു സാധനം സ്റ്റാൻഡബിളിൽ വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ ആസിഡ് എടുക്കും, താഴെ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ ബേസ് എടുക്കും, എന്നിട്ട് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ടൈട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞ ഏത് മീഥൈൽ ഓറഞ്ചും ഫിനോൾഫ്തലീനും ആണ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസിന് മിക്കപ്പോഴും ഉപയോഗിക്കുക. ലിറ്റ്മസ് എന്താണ് മിക്കവാറും നമ്മൾ ആ പേപ്പർ ഫോമിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കില്ല. ഇത്രയും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതൊന്നും നമുക്ക് വരില്ല. നമുക്ക് ഈ കളർ ചേഞ്ച് എന്താണെന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു ലിറ്റ്മസ് ഉണ്ട്, മീഥൈൽ ഓറഞ്ച് ഉണ്ട്, ഫിനോൾഫ്തലീൻ ഉണ്ടെന്ന് പറയും. അതിൽ ഈ മീഥൈൽ ഓറഞ്ചും ഫിനോൾഫ്തലീനും സിന്തറ്റിക് ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ലിറ്റ്മസ് നാച്ചുറൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ ലിറ്റ്മസിനെ കൂടാതെ വേറെയും നാച്ചുറൽ ആയിട്ടുള്ള ഡൈസ് ഉണ്ട്. അതിലുള്ള ഒരെണ്ണമാണ് നമ്മളുടെ സ്വന്തം ടർമറിക്, മഞ്ഞൾ അറിയാലോ.
ഈ വശത്ത് നിന്നൊരു ക്വസ്റ്റ്യനും എപ്പോഴും വരാറുണ്ട്. എന്താണ്? മഞ്ഞൾ കറ നമ്മളുടെ ഡ്രസ്സിൽ ആയിക്കഴിഞ്ഞാല് സ്റ്റെയിൻ ആവുമല്ലോ, യെല്ലോ കളർ സ്റ്റെയിൻ ആവും. പക്ഷേ നമ്മൾ അതിനകത്ത് അറിയാതെ വല്ല സോപ്പ് എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കളർ മാറും, റെഡ് ആവും. പിന്നീട് നമ്മൾ പിന്നെയും കുറെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ അഗെയിൻ ആ പഴയ കളറിലേക്ക് തന്നെ വരും. വൈ? ടർമറിക്കിന്റെ ന്യൂട്രൽ ഇതിലെന്ന് പറഞ്ഞാല് യെല്ലോ കളറാണ്. നമുക്കറിയാലോ, മഞ്ഞൾ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണല്ലോ. ഓക്കെ, ആസിഡിക് മീഡിയത്തിലാണെങ്കിലും ഇതിന്റെ കളർ യെല്ലോ തന്നെയായിരിക്കും. പക്ഷേ നമ്മളുടെ ഒരു ബേസിക് ആയിട്ട് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഇതിൽ ടച്ച് ചെയ്താല് അതിന്റെ കളർ മാറി റെഡ് ആവും. ഇത് ഓർത്ത് വെക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് എന്താ? നമ്മൾ മഞ്ഞൾക്കറി ആയാൽ അതിൽ സോപ്പ് തേക്കുന്ന കാര്യം ഓർത്ത് വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് അപ്പൊ സോപ്പ് തേക്കുമ്പോ അത് റെഡ് കളർ ആവുന്നത്? സോപ്പ് ബേസ് ആണ്, ആൽക്കലൈൻ ആണ്. അതുകൊണ്ടാണ് ആ യെല്ലോ കളർ റെഡ് ആയിട്ട് മാറുന്നത്. ഇത് ഈ ടർമറിക്കിന്റെ കാര്യത്തില് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, ആക്ച്വലി ദിസ് ഇസ് ദ സെക്കൻഡ് നാച്ചുറൽ ഡൈ അല്ലെ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ലിറ്റ്മസ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടോ എനിക്ക് അറിയില്ല. ദിസ് ഇസ് ജസ്റ്റ് ഫോർ എക്സ്ട്രാ ഇൻഫോർമേഷൻ. റെഡ് ക്യാബേജ് എക്സ്ട്രാക്ട് കണ്ടിട്ടുണ്ടല്ലോ. ചുവപ്പെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, പക്ഷെ ഒരു വയലറ്റ് കളർ കൂടുതലുള്ള ക്യാബേജ് കണ്ടിട്ടില്ലേ? അതിന്റെ എക്സ്ട്രാക്റ്റും ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ന്യൂട്രൽ കളർ എന്ന് പറയുന്നത് അതിന്റെ റെഡ് ആണ്. ആസിഡ് മീഡിയത്തിലും അത് റെഡ് കളർ തന്നെയായിരിക്കും. ആസിഡ് മീഡിയത്തിലും ന്യൂട്രൽ ആയിട്ടിരുന്നാലും അതിന്റെ കളർ റെഡ് ആണ്. പക്ഷെ ഒരു ബേസ് വരികയാണെങ്കിൽ അതിന്റെ കളർ എന്താണെന്ന് വെച്ചാല് ഒരു ഗ്രീനിഷ് കളറായിട്ട് മാറും. ഓക്കെ, ഒരു ഗ്രീൻ കളറായിട്ട് മാറും. This is only for an extra information. Okay, so these are the 3 types of what natural indicators. ഇനിയിപ്പോ നമ്മള് ഈ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഇത് കൂടാതെ വേറൊരു ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്ററും കൂടെ നമുക്ക് അറിയാം. അതെന്താണെന്ന് വെച്ചാല് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇതൊന്നും പക്ഷെ നമ്മൾ ശരിക്കും ലബോറട്ടറിയിലൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ. ഈ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ ഒന്നും ജസ്റ്റ് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു നോസ്, സ്മെൽ എന്നൊക്കെയാണ്. അപ്പൊ ഈ ഇൻഡിക്കേറ്ററിന്റെ പ്രത്യേകത സ്മെല്ലിലാണ് ഇത് ചേഞ്ച് ഉണ്ടാക്കുക. അപ്പം നമുക്ക് അറിയാവുന്ന 2 ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒന്ന് അനിയൻ എക്സ്ട്രാക്ട്, നമ്മളുടെ സബോള. ഓക്കെ, ഒന്ന് അനിയൻ എക്സ്ട്രാക്റ്റും 2 വെനില എക്സ്ട്രാക്റ്റും ആണ്. രണ്ടും ഓർത്ത് വെക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. രണ്ടിനും നമുക്കറിയാലോ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെൽ ഉണ്ട്. അനിയന്റെ സ്മെല്ല് നമുക്കറിയാം, വെനിലയുടെ സ്മെല്ല് നമുക്കറിയാം. രണ്ടും ബേസിക് മീഡിയത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? സ്മെല്ല് ഫീൽ ചെയ്യില്ല നമുക്ക്. നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ ഇതുമായിട്ട് ട്രീറ്റ് ചെയ്താല് എന്ത് ചെയ്യില്ല? നമുക്ക് രണ്ടിനും ഒരേപോലെ ആട്ടോ. ബേസ് ആയിട്ടുള്ള ഇതാണെങ്കിൽ നോ സ്മെൽ, ദാറ്റ് characteristic smell is not detected. നമുക്ക് അനിയന്റെ സ്മെല്ലും തോന്നില്ല, വെനിലയുടെ സ്മെല്ലും തോന്നില്ല. ബേസ് ഇസ് ട്രീറ്റഡ്. അതേസമയം ഒരു ആസിഡ് ആണെങ്കിലോ നമുക്ക് സ്മെല്ല് കിട്ടും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്മെല്ല് നമുക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. അടുത്തത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ pH-ലേക്ക് പോകാം. Strength of acid and base. എങ്ങനെയാണ് നമ്മളൊരു ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത് നോക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സംഭവം കണ്ടുപിടിച്ചായിരുന്നു. ആ സംഭവത്തിന്റെ പേരാണ് ഇത് pH സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ആസിഡ് ബേസ് സൊല്യൂഷൻസ്, pH സ്കെയിൽ. അപ്പൊ നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞാല് എന്താ? H2O. വാട്ടർ എന്ന് പറയുന്നത് അയോണൈസ് ചെയ്യുന്നുണ്ട്. അയോണൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് H+ഉം OH-. ഈ ചാർജ് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് H+ഉം OH-. വാട്ടർ ഡിസോസിയേറ്റ് ചെയ്താൽ കിട്ടുന്ന 2 അയോൺസ് ആണ് H+ഉം OH-. ഇനി നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു
ഒരു ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? a species which liberates H+ ions എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പൊ നമ്മളെ ഒരു ആസിഡ് ഉണ്ട്, നമ്മൾ ആ ആസിഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യാന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഒരു ആസിഡ് നമ്മള് വാട്ടറിലേക്ക് ആഡ് ചെയ്താല് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടുത്തെ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയോ കൂടുവോ? കൂടും അല്ലെ? കാരണം ഓൾറെഡി വാട്ടറിനകത്ത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ H+ ഉണ്ട്. അതിലേക്ക് പോരാത്തതാണ് നമ്മൾ ആസിഡ് ഒഴിച്ചിരിക്കുന്നത്. ആസിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? H+ അയോൺസിനെ ലിബറേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ആസിഡ്. അപ്പൊ നമ്മളുടെ H+ന്റെ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഓൾവേസ് ഡിനോട്ട്സ് കോൺസെൻട്രേഷൻ കേട്ടോ. കോൺസെൻട്രേഷൻ ഓഫ് H+ കൂടി. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ OH- ഇവിടെ ഉണ്ടാവും, കാരണം വാട്ടറിനകത്ത് OH-. ഓക്കെ, ഇനി നമ്മൾ വാട്ടറിനകത്തേക്ക് ഒരു ബേസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ, വാട്ടറിനകത്തേക്ക് നമ്മളൊരു ബേസ് ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ ആസ് യൂഷ്വൽ H+ അയോൺ ഉണ്ടാകും. ഒപ്പം ഈ OH- അയോണിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും ഇവിടെ കൂടുക. വൈ? കാരണം ബേസ് ഇസ് എ സ്പീഷീസ് ദാറ്റ് ഇസ് കേപ്പബിൾ ഓഫ് റിലീസിങ് OH- ions അല്ലേ? അപ്പൊ ഒരു ആസിഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസും ഒരു ബേസ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത് പിടികിട്ടിയല്ലോ. ഇനി ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് സോറൻസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു ഐഡിയ മറ്റു വന്നത്. ഓക്കെ, Sorensen in 1909 came with an idea and he introduced what? pH scale. P small letter, H capital letter, മുകളിലായിട്ട് എഴുതണം. So this is pH. Okay, pH scale എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊണ്ടുവന്നു. ആര്? നമ്മളുടെ സോറൻസൺ. 1909 ആണ്. ഇതൊന്നും ഓർക്കണമെന്നില്ല, പക്ഷെ പേര് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോറൻസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് pH സ്കെയിൽ എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. ഇനി ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. Strength of an acid or a base is measured on a scale of numbers called pH scale. It has values ranging from 0 to 14. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ആസിഡ് അല്ലെങ്കിൽ ബേസ് whatever അതിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് ഒരു സ്കെയിൽ ഓഫ് നമ്പേഴ്സ് പോലെയാണ്. നമ്മളുടെ കയ്യിലുള്ള സ്കെയിലിനകത്ത് ഉണ്ടാവല്ലോ 0 to 15 എന്നുള്ള സ്കെയിലിലെ ചെറിയ സ്കെയിൽ, അതേപോലെ pH സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്കെയിൽ ഉണ്ട്. ഇറ്റ് ഇസ് എ സ്കെയിൽ ഓഫ് നമ്പേഴ്സ് ഇൻ വിച്ച് വാല്യൂസ് റേഞ്ചസ് ഫ്രോം 0 to 14. ഇത് മാത്രമല്ല, ഈ pHന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ്. H+ അയോൺസിന്റെ കോൺസെൻട്രേഷനോട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ pH സ്കെയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം pH is this is directly proportional but to 1/H+ ആണ്. Directly proportional to 1/H+ എന്ന് പറഞ്ഞാൽ എന്താണ്? This is actually inversely proportional to the concentration of H+ ions എന്നർത്ഥം. എന്ന് വെച്ചാൽ എന്താണ്? അതായത് pHന്റെ വാല്യൂ ലോവർ ആണെന്ന് വിചാരിക്കാം. ലോവർ ആണെങ്കിൽ അതിനർത്ഥം H+ അയോണിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കര ഹൈ ആണെന്നർത്ഥം. വെരി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+. വെരി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറഞ്ഞാൽ ആ ആസിഡ് എങ്ങനെയുള്ള ആസിഡ് ആയിരിക്കും? വീക്ക് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും? നോ, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും. കാരണം ഒരു ആസിഡ് എന്തുമാത്രം H+ അയൺസിനെ ലിബറേറ്റ് ചെയ്യുന്നോ അതനുസരിച്ചാണ് നമ്മൾ സ്ട്രോങ്ങും വീക്കും പറയുന്നത് അല്ലെ? അപ്പം ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് എന്നാണ്. ഇത് നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ആ റിലേഷൻ. പിന്നെ ഇത് ചില നമ്മുടെ ബുക്കിലൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, ലോഗിൽ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, അതൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. ജസ്റ്റ് ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. pH എന്ന് പറയുന്നത് is inversely proportional to the concentration of H+ ions. അതായത്
നമ്മൾ ആദ്യം പറഞ്ഞു 0 to 14 എന്ന് പറയുന്ന സ്കെയിൽ ആണെന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾക്കുള്ള വാല്യൂ ആണ് 7. pH 7 എന്ന് പറഞ്ഞാല് ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ളതാണ്. ഓക്കെ, അപ്പം 0 to 6 ഉണ്ടല്ലോ, അത് ആസിഡ്സിനുള്ളതും 8 to 14 എന്ന് പറയുന്നത് ബേസസിനുള്ളതാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോ ഇവിടെ ഒന്ന് ആ സ്കെയിൽ ഒന്ന് വരയ്ക്കാം. ഓൾ വാല്യൂസ് ഞാൻ മെൻഷൻ ചെയ്യില്ല. ഇങ്ങോട്ട് പോകുന്നതോറും ഓക്കെ, സോ ദിസ് ഇസ് ദ റൈറ്റ് സൈഡ്, ദിസ് ഇസ് ദ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതോറുമാണ് H+ അയോണിന്റെ കോൺസെൻട്രേഷൻ ഇത് കൂടുകയാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്? പറയൂ. H+ അയോണിന്റെ കോൺസെൻട്രേഷൻ റൈറ്റിലേക്ക് പോകുമ്പോഴാണോ ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണോ കൂടുക? ആദ്യം ഒന്ന് പറഞ്ഞേ. ആദ്യം അൺമ്യൂട്ട്. ഇവരെന്ത് ചെയ്യാൻ അനങ്ങാതിരിക്കുന്നത്? മിസ്റ്റർ ആദിൽ, ബ്ലാക്ക് ടീഷർട്ട്, ഫുൾ സ്ലീവ്. ഓർക്കുവാണോ? ആൻസർ എന്താന്ന് ആലോചിക്കുകയാണോ? അല്ലെങ്കിൽ നമുക്ക് സ്വരനോട് ചോദിക്കാം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ലെഫ്റ്റിലേക്ക് പോകുമ്പോ കൂടും. ലെഫ്റ്റിലേക്ക് പോകുന്തോറും H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു 0 to 6 ആണ് ആസിഡ്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു അല്ലെ. അപ്പം ലെഫ്റ്റിലേക്ക് പോകുന്തോറും ആസിഡ്സിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് ചെറിയ pH വാല്യൂ ആണ് ഉള്ളതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 0, 1, ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന ആസിഡിന്റെ pH വാല്യൂ എങ്കിൽ ഇറ്റ് മീൻസ് ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, തൊട്ടാൽ കൊള്ളുന്ന ആൾക്കാരാണെന്ന് അർത്ഥം. ഓക്കെ, നമ്മൾ റൈറ്റിലേക്ക് പോകുന്നതോറോ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പം H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഹിഡൻ ഫാക്ട് എന്താണ്? H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവ്. ദാറ്റ് മീൻസ് OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ഇവിടെ കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ റൈറ്റിലേക്ക് പോകുന്തോറും അടിപൊളി ബേസിസ് ഉള്ളത്, ഇങ്ങോട്ട് പോകുന്തോറും സ്ട്രോങ് ബേസിസ് വരാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? pH സ്കെയില് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഇഷ്ടം പോലെ വരുന്ന കാണുന്നുണ്ട്. നിങ്ങൾ നിസ്സാരാക്കി വിടരുത്. വാല്യൂസിനെ കുറിച്ച് നല്ല ഒരു ധാരണ വേണം കേട്ടോ. ഇനി ഈ pHലെ P എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ജർമ്മൻ വേർഡ് ആയിട്ടുള്ള പൊട്ടൻസ്. നമ്മൾ ഇന്ന് ചിലവരെ കളിയാക്കിയൊക്കെ പറയില്ലേ, അയ്യോ അവിടെ ഒരു പൊട്ടനാ. ആ പൊട്ടനല്ല ഇത്, ഇതൊരു ജർമ്മൻ വേർഡ് ആണ്. നമ്മളിവിടെ ആക്ഷേപിക്കുന്ന പൊട്ടൻസ് അല്ല ഈ പൊട്ടൻസ്. ഈ പൊട്ടൻസ് മീൻസ് പവർ ആണ്, പവർ. പവർ എന്നാണ് ഇതിന്റെ അർത്ഥം. H എന്ന് പറഞ്ഞാല് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് എന്നാണ് അർത്ഥം. അപ്പം പവർ ഓഫ് H+ എന്നാണ് pH എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അത്തരം കാര്യങ്ങളായല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഇതിനകത്ത് 3 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്, 0 to 6 ആണ് ആസിഡ്സിന്റെ pH റേഞ്ച്, ആൻഡ് 8 to 14 ആണ് ബേസിസിന്റെ pH റേഞ്ച്. ഓക്കെ, അപ്പം ന്യൂട്രൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിന് എപ്പോഴും എക്സാക്ട്ലി എന്തായിരിക്കും pH വാല്യൂ വരിക? 7 ഒക്കെ ആയിരിക്കും ന്യൂട്രൽ സബ്സ്റ്റൻസുകളുടെ pH വാല്യൂ വരുന്നത് കേട്ടോ. ന്യൂട്രൽ ആയിട്ടുള്ള ആളുകളുടെ pH 7 ആയിരിക്കും. ഇനി ആസിഡ്സിന്റെ വാല്യൂ നോക്കാം. ആസിഡ്സിന്റെ വാല്യൂ എങ്ങനെയാണെന്നാ പറഞ്ഞത്? ലെസ് ദാൻ 7 ആയിരിക്കും ആസിഡ്സിന്റെ വാല്യൂ. അതായത് മോർ അസിഡിക് സൊല്യൂഷൻസിന്റെ pH വിൽ ബി ലോവർ. ഫോർ എക്സാമ്പിൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് എന്ന് പറഞ്ഞാല്, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാല് 0, 1, 2, 3 എന്നൊക്കെ. ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നല്ല സ്ട്രോങ്. 0 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി സ്ട്രോങ്. 1 എന്ന് പറഞ്ഞാലും തിരക്കേടില്ല, നല്ല ഉഷാറാണ് സാർ. 2 എന്ന് പറഞ്ഞാല് 1ന്റെ അത്രയില്ല, ബട്ട് കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ എന്നാണ്. ഇനി ഇതിനകത്ത് തന്നെ കുറച്ച് വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ 4, 5, 6 ഒക്കെ ആയിരിക്കും ഇതിന്റെ pH. നോട്ട് ചെയ്തോളൂ കേട്ടോ. കാരണം
ആവശ്യം വരും. ഓക്കെ, വീക്ക് ആയിട്ടുള്ള ആസിഡ്സിന്റെ 4, 5, 6 ഒക്കെ ആയിരിക്കും അതിന്റെ pH വരുന്ന വാല്യൂ. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആണല്ലോ 0, 1, 2, 3 ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ്. ഇതേപോലെ തന്നെ നമുക്ക് ബേസിലും പറയാം. ബേസ് എന്ന് പറയുമ്പോൾ അവരുടെ pH വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. അപ്പൊ മോർ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻസിന്റെ pH വാല്യൂ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? അങ്ങോട്ട് പോകുന്തോറും H+ ആണ് കോൺസെൻട്രേഷൻ ആണ് കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾച്ച്മെന്റ്സിൽ കൂടുതൽ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്തോറും ഹയർ ബേസ് വാല്യൂസ് ആയിരിക്കും എന്ന് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണെങ്കിൽ അതിന് വരാവുന്ന വാല്യൂസ് 11, 12, 13, 14 ഒക്കെയാണ്. എന്ന് വെച്ചാൽ 11 നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ്. 14 ഒക്കെ വന്നാൽ ഒരു രക്ഷയില്ലാത്ത ബേസ് ആണ്. 11 നിന്ന് അങ്ങോട്ടാണ് സ്ട്രോങ് ബേസിന്റെ pH വാല്യൂ. അപ്പം ഒരു വീക്ക് ബേസ് എന്ന് പറയുമ്പോഴോ അതിന് താഴെയുള്ളത് ലൈക്ക് 8, 9, 10 ഒക്കെ വീക്ക് ആയിട്ടുള്ള ബേസിന്. നിങ്ങൾ ഇതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കണം കേട്ടോ. വീക്ക് ആൻഡ് സ്ട്രോങ് ബേസിന്റെ ആസിഡ്സിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചല്ലോ. ഒരു വീക്ക് ബേസിന്റെ എക്സാമ്പിൾ പറഞ്ഞത് ആരാ പറയാ? Yes, Grace. Give an example for a weak base. പറട്ടെ. ഞാൻ ഇപ്പൊ അരവിന്ദിന് ഉപയോഗിക്കും. അരവിന്ദോട് പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ അരവിന്ദിനോട് ചോദിക്കട്ടെ? യെസ് അരവിന്ദ്. Magnesium hydroxide. Exactly. Magnesium hydroxide, sodium hydrogen carbonate, ammonium hydroxide. ഇതൊക്കെ വീക്ക് ആയിട്ടുള്ള ബേസസ് ആണ് കേട്ടോ. എക്സാമ്പിൾസ് ഓർത്തിരിക്കണം കേട്ടോ. It will help you. Okay. അപ്പൊ pHന്റെ കാര്യം ക്ലിയർ ആയല്ലോ. pH എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? നമ്മള് ഒരു സ്കെയിൽ ആണെന്ന് പറഞ്ഞു. അതിനകത്ത് ഇത്ര റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. 3 കാറ്റഗറി ചെയ്യാമെന്ന് പറഞ്ഞു. ന്യൂട്രൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ pH 7 ആയിരിക്കും. Less than 7 shows the given substances acid. Greater than 7 shows the given substances base. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ നേരത്തെ ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സിലെ ലിറ്റ്മസിനെയും ഫിനോക്സലിനും മീഥൈൽ ഓറഞ്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു pH സ്കെയിൽ കൊണ്ടുവന്നത്? വെരി സിമ്പിൾ. ലിറ്റ്മസ് പേപ്പർ കൊണ്ട് നമുക്ക് ആകെ തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലെ? തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതെന്ത് മാത്രം സ്ട്രോങ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു pH സ്കെയിൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇനി ഇതിനായിട്ട് വളരെയധികം റിലേഷൻ ഉള്ള വേറൊരു സംഭവമാണ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് യൂണിവേഴ്സൽ weight. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നതിന് മുൻപ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് pH നോക്കിയാലോ? അതാവുമ്പോൾ ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവറിഡേ ലൈഫ്. നമുക്കറിയാം നമ്മൾ എല്ലാവരും pH ആയിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്. ഒരു അഭേദ്യമായ ബന്ധം നമുക്ക് pH ആയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുക്കാം. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് നമ്മളെ വയറിനകത്ത് ഒരു ആസിഡ് ഉണ്ടാകുന്നത് പറഞ്ഞാൽ നമുക്ക് പണ്ടായിരുന്നു വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു. എന്താണ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയാലോ. കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. ലൈക്ക് അബൌട്ട് അതിന്റെ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1.4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഊഹിക്കാലോ 0, 1, 2, 3 ഒക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ്. 1.4 ആണ് pH. പക്ഷെ ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത് സൃഷ്ടിക്കപ്പെട്ടപ്പോഴുണ്ടല്ലോ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിനെ ഒന്നും അങ്ങനെ എന്താണ് ഹാർംഫുൾ ആയിട്ടുള്ള ഇഫക്ട്സ് ഒന്നും ഉണ്ടാക്കാതെയാണ് ഇവർ അതിന്റെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യരെപ്പോഴും ദുരാഗ്രഹികളും ആണല്ലോ. അപ്പൊ വരുമ്പോ എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാല് നമ്മള് പലപ്പോഴും നമ്മൾക്ക് ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിക്കേണ്ട കാര്യമില്ല അല്ലെ? പക്ഷെ പലപ്പോഴും നമ്മുടെ കഴിപ്പുണ്ടല്ലേ എന്നെ കുറിച്ചാണോ ഞാൻ ഉദ്ദേശിച്ചത്? നിങ്ങളെല്ലാവരും ഭയങ്കര സിനിമയായിട്ട് കുട്ടികളാണ്. എല്ലാ ഭക്ഷണവും ഒറ്റയടിക്ക് തീർന്നു പോകുന്നുള്ള ഒരു ആവലാതിയിലാണ് മിക്കൊരു ഭക്ഷണം കഴിക്കുക. കഴിഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയില്
ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഡിഷ് ആണെങ്കിലും അയ്യോ ഇനി നാളെ ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ആണ് ഇന്നത്തെ ഒരു സൊസൈറ്റിയിലെ മെയിൻ പ്രശ്നം. അങ്ങനെയാണ്, ഓവറായിട്ട് നമ്മൾ ഫുഡ് കഴിക്കും അല്ലെ. പണ്ടൊക്കെ ഈ നോൺ എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴൊക്കെ കഴിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തോ മോസ്റ്റ് ഓഫ് ദ ടൈം അല്ലെ, മിക്ക ദിവസങ്ങളും നമ്മൾ നോൺ കഴിക്കും. പണ്ട് ആഴ്ചയിലായിരുന്നെങ്കിൽ ഇപ്പൊ അത് ദിവസേന എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇവിടെ പ്രശ്നക്കാരനാണ്. അപ്പൊ ഓവർ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ അസിഡിറ്റിയും വല്ലാണ്ട് അങ്ങ് കൂടും. ഓക്കെ, നമ്മൾ ഒരുപാട് സാധനം കഴിക്കുമ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കണക്കാക്കിയിട്ടുള്ള സംഭവം ഉണ്ടാവണമല്ലോ. അപ്പൊ ഓവർ ആയിട്ട് ഈറ്റ് ചെയ്യുമ്പോൾ അസിഡിറ്റി പ്രോബ്ലം വരും. അസിഡിറ്റി പ്രോബ്ലം വന്നു കഴിഞ്ഞാല് നമുക്ക് അറിയാലോ. അപ്പൊ ഇങ്ങനെ എല്ലാവരും പറയും, ചിലവർക്ക് ഭയങ്കര എന്താണ് ഗ്യാസ് ട്രബിൾ, ചിലവർക്ക് ഭയങ്കര പെയിൻ, ചിലവർക്ക് പറയും നെഞ്ഞിരിഞ്ഞിട്ട് വയ്യ എന്നൊക്കെ പറയും. അത് ഈ ഓവർ ഈറ്റിംഗ് കൊണ്ട് വരുന്ന ആസിഡ് ക്രിയേഷൻ കൊണ്ട് വരുന്ന പ്രശ്നമാണ്. പക്ഷേ അതായത് ഇറ്റ് കോസസ് ഇൻഡൈജഷൻ, ദഹനക്കേട് എന്ന് പറയും. ശരിക്കും ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഈ എക്സസീവ് ആയിട്ടുള്ള ആസിഡിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാം. അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ചില സംഭവങ്ങൾ ഉപയോഗിക്കും. ആൻഡ് ദീസ് സബ്സ്റ്റൻസസ് ആർ കോൾഡ് antacids. Antacids means nothing, anti-acids. Antacids എന്ന് പറഞ്ഞാൽ anti-acids. Anti-acid എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ് ഓപ്പോസിറ്റ്, ബേസ്. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ബേസ് നമ്മൾ ഉപയോഗിക്കും. മൈൽഡ് ആയിട്ടുള്ള ഒരു ബേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡൈജഷൻ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് antacids ആണ്. രണ്ടിന്റെയും കോമൺ നെയിം ഞാൻ പറയുന്നുള്ളൂ. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വീക്ക് ബേസിന് എക്സാമ്പിൾ പറഞ്ഞേ എന്ന് പറഞ്ഞ അതേ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുന്നത്. MgOH ട്വൈസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആന്റാസിഡ്. വേറെ ഒന്നും കൂടി ഉണ്ട്, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം ഉണ്ടാക്കാനും കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം ബേക്കിംഗ് സോഡ, which is sodium hydrogen carbonate or sodium bicarbonate എന്ന് പറയുന്ന ബേക്കിംഗ് സോഡ. ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ ഇൻഡൈജഷൻ ക്യൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആന്റാസിഡ്സ്. അപ്പൊ മനസ്സിലായല്ലോ, പി എച്ച് കാര്യമാണ് അല്ലെ. പി എച്ചിൽ ഒരു ചേഞ്ച് വന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നമുക്ക് ഈ ഇൻഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടായത്. അപ്പം പി എച്ച് യൂസ്ഫുൾ എന്തിനാണ്? നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടന്റ് റോൾ. ആകാശം അനിയത്തിയാണ് ആൻസർ പറയുന്നത്. സെക്കൻഡ്, നമ്മളുടെ പല്ല് ടൂത്ത് ഡീക്കേക്ക് മെയിൻ ആയിട്ടുള്ള കാരണം ഒരു പി എച്ച് ചേഞ്ച് ആണ്. നോക്കാം, നമ്മളുടെ വായ്ക്കകത്ത് ബാക്ടീരിയ ഉണ്ടെന്ന് നമുക്കറിയാലോ. ബാക്ടീരിയ ഉണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ ട്വൈസ് എ ഡേ ബ്രഷ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. എപ്പോഴും നമ്മള് ഷുഗറി കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് കഴിച്ചാല്, ഫോർ എക്സാമ്പിൾ ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, പായസങ്ങള്, അല്ലാത്ത അങ്ങനത്തെ മധുരങ്ങള്, ജിലേബി, ലഡു, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? ഈ ബാക്ടീരിയ ഷുഗറിനെയൊക്കെ ഡീകമ്പോസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റും ലാക്റ്റിക് ആസിഡും ഉണ്ടാക്കും. സോ ആസിഡ് ആണ്. ഉടനെ നമ്മുടെ പി എച്ചിനകത്ത് ഒരു ചേഞ്ച് വരും. നമ്മളുടെ വായിലെ മൗത്തിലെ പി എച്ച് എപ്പോ 5.5 താഴെ പോകുന്നോ, 5.5 താഴെ എപ്പോ നമ്മളുടെ മൗത്തിലെ പി എച്ച് പോകുന്നോ, അപ്പം എന്ത് സംഭവിക്കും? നമ്മുടെ പല്ല് കേടാവാൻ തുടങ്ങും. ടൂത്ത് ഡീക്കേ സ്റ്റാർട്ട്സ്. എങ്ങനെയാണ് ഈ ടൂത്ത് ഡീക്കേ സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ പല്ലിൽ ഒരുപാട് ലെയേഴ്സും കവേഴ്സും ഒക്കെ ഉണ്ട് അല്ലെ. ഇനാമൽ കോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇല്ലേ. ഈ ഇനാമൽ കൊറോഡ് ചെയ്യാൻ തുടങ്ങും. എക്സസീവ് ആയിട്ട് നമ്മൾ മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ഇങ്ങനെ ഡീകമ്പോസ് ചെയ്ത് വാട്ട് ഹാപ്പൻസ്? ആസിഡ് ആവാൻ തുടങ്ങുമ്പോൾ, എക്സസീവ് ആസിഡ് ആവാൻ തുടങ്ങുമ്പോൾ 5.5 താഴെ പോയി കഴിഞ്ഞാൽ, പി എച്ച് താഴെ പോവാന്ന് പറഞ്ഞാൽ അർത്ഥം സ്ട്രോങ് ആസിഡ് ആയി അവിടെ. അപ്പം എന്ത് സംഭവിക്കും? ആ ആസിഡിന് നമ്മളുടെ ഇനാമൽ കോട്ടിങ്ങിനെ കൊറോഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനാമൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ പല്ലൊക്കെ വളരെ വൃത്തികേടായിരിക്കും. ദാറ്റ് ലീഡ്സ് ടു ടൂത്ത് ഡീക്കേ. അപ്പം ഇതിപ്പോ നമ്മളൊരു ഇത് പഠിച്ചു. അപ്പം അതിന് ക്യൂർ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ പറയാം. അപ്പം അഗെയിൻ എന്ത് ചെയ്താൽ മതി? പല്ലിന്റെ കാര്യമാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഒന്നുകിൽ നമുക്ക് ഈ ഷുഗറി കണ്ടൻസ് ഉള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാം. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐസ്ക്രീംസ്, ചോക്ലേറ്റ്സ്, ഈ വക സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാം.
അല്ലെങ്കിൽ എപ്പോഴും നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നന്നായിട്ട് ഒന്നിലേക്ക് ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് മൈൽഡ് ആയിട്ടുള്ള ബേസിക് കണ്ടന്റ് ഉള്ള ടൂത്ത് പേസ്റ്റുകൾ കിട്ടും. അങ്ങനെയുള്ള ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാം. ഇതാണ് ഇതിനെ ക്യൂർ ചെയ്യാനുള്ള ഒരു വഴി. അപ്പം ഇവിടെയും ഇവിടുത്തെ മെയിൻ വില്ലൻ എന്താണ്? നമ്മുടെ ആ pH താഴെ പോയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മളുടെ pH ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ എല്ലാവർക്കും എന്തുണ്ട്? ഈ pH സെൻസിറ്റീവ് ആണ്. നമ്മളെല്ലാവരും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യന്മാരായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല ഉഷാറായിട്ട് ഗാർഡനിൽ നിന്നിരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തലേ ദിവസം കുറച്ച് വളമിട്ടത് കൂടിപ്പോയി, പിറ്റേ ദിവസം എന്ത് സംഭവിക്കും? അതങ്ങ് വാടി തളർന്ന് ചിലപ്പോൾ അതങ്ങ് നശിഞ്ഞു പോകും. ഓക്കെ അതേപോലെയാണ് എന്ത് സോയിൽ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ ദ ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ്. പ്ലാന്റിന് സോയിൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോയിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് മാത്രമല്ല സോയിലിന്റെ pHും ഇസ് വെരി ഇമ്പോർട്ടന്റ്. ക്ലോസ് ടു 7 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു pHലാണ് പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് വളരുക. പക്ഷെ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ചില സ്ഥലത്തെ മണ്ണെന്ന് പറഞ്ഞാൽ ടു ആസിഡിക് ആയിരിക്കും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ടു ബേസിക് ആയിരിക്കും. അപ്പം ഇതിന് രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് ഓൾമോസ്റ്റ് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മളുടെ കൈവശമുള്ള സോയിൽ ഭയങ്കര ആസിഡിക് ആണെന്ന് ഓർത്തോ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്, കുമ്മായം എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ഈ കക്ക ഇങ്ങനെ പൊടിച്ച് ആ വൈറ്റ് സാധനം കുമ്മായം അതിങ്ങനെ വിതറി കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ടു ആസിഡിക് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ അതിന്റെ pH ഒന്ന് കുറച്ച് ന്യൂട്രലിന് അടുത്തോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുമ്മായം അഥവാ ഈ കക്ക എന്ന് പറയുന്ന സാധനം, കാൽഷ്യം കാർബണേറ്റ് ഉള്ള ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളുടെ കയ്യിൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ഒരു സോയിൽ ആണ് ഉള്ളതെങ്കിലോ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓർഗാനിക് ഡീക്കേഡ് മാറ്റേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ എളുപ്പം ഇതല്ലേ, നമ്മളുടെ കമ്പോസ്റ്റ് ഒക്കെ കേട്ടിട്ടില്ലേ? മണ്ണിര കമ്പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ നാച്ചുറലി കിടന്ന് ഓർഗാനിക് ഡീക്കേഡ് മാറ്റർ ആണ്. അങ്ങനത്തെ എന്തെങ്കിലും വളങ്ങളോ കമ്പോസ്റ്റുകളോ ഒക്കെ ഇട്ട് കൊടുത്താല് ടു ബേസിക് ആയിട്ടുള്ള സോയിലിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ന്യൂട്രൽ ആക്കാനായിട്ട് പറ്റും. ഓക്കെ ഇനി അപ്പം ഇത് കംസ് അണ്ടർ ദ കാറ്റഗറി ദാറ്റ് സോയിൽ pH, ഹൗ സോയിൽ pH അഫക്ട്സ് പ്ലാന്റ്സ്. അപ്പം ക്ലോസ് ടു 7 pHലാണ് പ്ലാന്റ്സ് ഗ്രോസ് വെൽ എന്നുള്ളത് അറിയാം. ടു അസിഡിക് ആണെങ്കിൽ നമ്മൾ എന്താണ് അതിന്റെ സൊല്യൂഷൻ, ടു ബേസിക് ആണെങ്കിൽ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അടുത്തത് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് pH ചേഞ്ച് ആനിമൽസിനെ ബാധിക്കുന്നതെന്ന് നോക്കാം. ഈ ആനിമൽസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അക്വാട്ടിക് ആനിമൽസിന്റെ കാര്യമാണ്. അക്വാട്ടിക് ആനിമൽസിന്റെ പ്രത്യേകത എന്താണ്? വെള്ളത്തിലാണല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ് എന്താണ്, കടലിലായിക്കോട്ടെ പുഴയിലായിക്കോട്ടെ ഈ ഫിഷസ് എല്ലാം ചത്തുപൊങ്ങി എന്നൊക്കെ പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? റീസൺ ഇസ് ദ ചേഞ്ച് ഇൻ pH. അവർക്ക് ഓൾമോസ്റ്റ് ഒരു 7, നമ്മളുടെ ബോഡി തന്നെ ഈവൻ 7 to 7.8 നമ്മളുടെ ബോഡി നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിലൊരു ചെറിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും പ്രശ്നം കാണിക്കും. അതേപോലെ തന്നെയാണ് അക്വാട്ടിക് ലൈഫ്. നാരോ റേഞ്ച് ഓഫ് pHൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മൾ താമസിക്കുന്ന സ്ഥലം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പൊല്യൂഷൻ ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം ആസിഡ് റെയിൻ ആണ് അവിടെ കണ്ടമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആസിഡ് റെയിൻ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണെന്ന് അർത്ഥം. അപ്പം ഈ വെള്ളം മുഴുവൻ എന്ത് ചെയ്യും? നമ്മളുടെ ഈ ഫിഷസ് താമസിക്കുന്ന അതിനകത്തോട്ടേക്ക് പോയി കഴിഞ്ഞാല് എന്ത് സംഭവിച്ചു? അവരുടെ ആ ഒരു ഈക്വിലിബ്രിയം തകർന്നു. അവരുടെ pHല് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് വരും. ഭയങ്കര ആസിഡിക് ആവും അല്ലെ? ആസിഡ് റെയിൻ എന്ന് പറയുമ്പോൾ pH ഓൾമോസ്റ്റ് 5.6 ഒക്കെ വരും ആസിഡ് റെയിന്റെ pH. ആസിഡിറ്റി കൂടി. അപ്പം ഈ വെള്ളത്തിനകത്ത് മുഴുവൻ ആസിഡ് വന്നു ചേർന്ന് കഴിഞ്ഞാല് ഈ ഫിഷസിന് ശരിക്കുള്ള പ്രോപ്പർ ബ്രീതിങ് ഒന്നും നടക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ദേ വിൽ ഡൈ. അപ്പം അങ്ങനെ ഒരുപാട് ആസിഡ് ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്ന അതിലെന്ത് പറ്റി? യു കാൺ ഹിയർ എനിത്തിങ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ?
Yes, Adil, everyone can hear what happened. Ma'am, please take that. Okay, ഞാൻ കണ്ടിന്യൂ ചെയ്യണേ. അതിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഒരുപാട് അസിഡിക് ആയിട്ടുള്ള ഒരു വാട്ടർ ആണ് നമ്മളുടെ പരിസരത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാൽഷ്യത്തിന്റെ ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ കാൽഷ്യത്തിന്റെ കാർബണേറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ എക്സസ് ആയിട്ടുള്ള ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലേക്കിനകത്തൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അത് ഈ പറഞ്ഞ ഈ കാൽഷ്യത്തിന്റെ കാർബണേറ്റ് ഒക്കെ നമ്മളുടെ നാട്ടിലൊന്നും അങ്ങനെ ഇടുന്ന ഒരു പതിവൊന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ വെസ്റ്റേൺ കൺട്രീസില്, യൂറോപ്പില്, അമേരിക്കയിലൊക്കെ അവരൊക്കെ ഒരുപാട് നമ്മുടെ പ്രകൃതിനെ സംരക്ഷിക്കുന്ന കാര്യത്തില് ഒരുപാട് ശ്രദ്ധ പുലർത്തുന്ന ആൾക്കാരാണ്. ഒരു തോടൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ തോട് അങ്ങനെ തന്നെ ഇടുള്ളൂ. നമ്മളുടെ പോലെ അത് നികത്തി അതിൽ എന്തെങ്കിലും പണിയാൻ പറ്റുമോ എന്ന് അവർ ചിന്തിക്കില്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. അവരിങ്ങനെ കോപ്റ്ററിലൊക്കെ ഇത് ഗ്യാസ് ആക്കിയൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ജനറൽ ആയിട്ടാണല്ലോ എപ്പോഴും പഠിക്കുക, അല്ലാതെ നമ്മുടെ നാട്ടിലെ കാര്യം മാത്രം നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം അതാണ് pH ചേഞ്ച് ഇൻ ആനിമൽസ്. അപ്പൊ ആനിമൽസ് എന്ന് പറയുമ്പോൾ അക്വാറ്റിക് ആനിമൽസിന്റെ കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ pH അല്ലെങ്കിൽ ഈ ആസിഡ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സും ആനിമൽസും ഒരു കെമിക്കൽ വാർഫെയർ പോലെ, അതായത് വാർഫെയർ യുദ്ധതന്ത്രം എന്ന് പറയുന്നത്, അതുപോലെ ഇവർ ഉപയോഗിക്കും. ഈ പ്ലാന്റ്സും ആനിമൽസും ഉപയോഗിക്കും. ഉറുമ്പ് കടി കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? പുളിയുറുമ്പ് കടിക്കാത്തവരായിട്ട് ആരുള്ളത്? ആരുമില്ല. എനിക്കൊക്കെ നല്ലോണം കിട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി കിട്ടിയുള്ളൂ. പുളിയുറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് കുറച്ചു നേരത്തേക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ബോഡിയുടെ അകത്തേക്ക് മെത്തനോയിക് ആസിഡ് ഓർ ഫോമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഇഞ്ചെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. അപ്പം ആസിഡ് ആണ് ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനം എന്താണ്? ബേസ് ആണ്. അപ്പൊ ഒരു മൈൽഡ് ആയിട്ടുള്ള നമ്മളുടെ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് എന്ന് പറയുന്ന ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഒന്ന് പരട്ടി കൊടുത്താല് ഓക്കെ ആവും. ഇതേ പരിപാടി തന്നെയാണ് ആരും ചെയ്യുക. ഹണി ബി, തേനീച്ച കുത്തിയിട്ടുണ്ടോ? ഇല്ല. എന്നെ കടന്നിൽ കുത്തിയിട്ടുണ്ട്, തേനീച്ച കുത്തിയില്ല. തേനീച്ച കുത്തിയാലും നമ്മൾ സെയിം കാര്യം തന്നെയാണ് ചെയ്യുക. തേനീച്ചയും സെയിം ആണ്, ആസിഡ് കണ്ടന്റ് ആണ് നമ്മളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണം? ആ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഒരു മൈൽഡ് ബേസ് പെരട്ടിയാൽ മതി. ഇത് രണ്ടും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണല്ലോ. പുളിയുറുമ്പിന്റെ അകത്തും ആസിഡ് ആണ്, ഹണി ബീന്റെ അകത്തും ആസിഡ് ആണ്. ഇതിനോട് ജോയിൻ ചെയ്ത് വരുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നെറ്റിൽ സ്റ്റിങ്സ്. നെറ്റിൽ എന്ന് പറയുന്നത് കാടുകളിലൊക്കെ കാണുന്ന ഒരു തരം ചെടിയാണ്. അതിനിങ്ങനെ സൂചിമന പോലെ കുറെ മുനകൾ ഉണ്ടായിരിക്കും. ഇത് നമ്മളുടെ ബോഡിയിൽ കൊണ്ടുകഴിഞ്ഞാലും ഒരു ആസിഡ് അത് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതുപോലെ ഇറിറ്റേഷൻ, പെയിൻ ഒക്കെ തോന്നും. അഗെയിൻ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഒരു മൈൽഡ് ബേസ് ഉപയോഗിക്കാം. അത് നമ്മുടെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നേച്ചർ ഇറ്റ്സെൽഫ് തന്നെ ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെമഡിയാണ് ഡോഗ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ ലീഫ്. അതിനകത്ത് ഇതുപോലെ ഒരു മൈൽഡ് ബേസ് ആണ്. അപ്പം അതിശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെറ്റിൽ പ്ലാന്റ് എവിടെ ഉണ്ടോ അതിന്റെ അടുത്ത് തന്നെ ഈ ഡോഗ് പ്ലാന്റും ഉണ്ടാവും. പക്ഷെ നമുക്കിത് കണ്ടാൽ തിരിച്ചറിയാത്തതുകൊണ്ട് കാര്യമില്ല. ഇത് അറിയുന്നവർക്ക് ഇറ്റ് ഇസ് യൂസ്ഫുൾ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? കുറച്ച് ബേക്കിംഗ് സോഡ, നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ, ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ പരിപാടി കിട്ടിക്കഴിഞ്ഞാലോ കുറച്ച് ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് കേട്ടോ. ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് ഉപ്പ്, ബേക്കിംഗ് സോഡ മുതലായവ. കാരണം നമ്മൾ പ്രത്യേകിച്ച് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ അട്ട അടിക്കും അല്ലെ? അട്ട അടിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, പരിപാടി. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ കൊണ്ട് നടക്കണം കേട്ടോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇത് മൂന്നും ഒരേപോലെയാണെന്ന് പറഞ്ഞല്ലോ. ഹണി ബീന്റെ സ്റ്റിങ്, ആന്റിന്റെ നെറ്റിൽ സ്റ്റിങ്, ഇവർ മൂന്നുപേരും ഇഞ്ചെക്ട് ചെയ്യുന്നത് ആസിഡ് ആണ്. ഇതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ കൂടി ഉണ്ട്, വാസ്പ് സ്റ്റിങ്. വാസ്പ് എന്ന് പറയുന്ന സംഭവം നമ്മളെ കുത്തിക്കഴിഞ്ഞാല് മൂപ്പരെ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഒരു ബേസ് ആണ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ആള് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ആസിഡ് ഉപയോഗിച്ച് അതിനെ ന്യൂട്രലൈസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൈൽഡ് ആയിട്ടുള്ള ആസിഡ് ആണ് എന്ത്? വിനെഗർ. വിനെഗർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അസിറ്റിക് ആസിഡ്. ഓക്കെ, അപ്പം ഇത്രയാണ് pH-ഉം നമ്മളുടെ ലൈഫില് pH-നുള്ള ഇമ്പോർട്ടൻസും. നമ്മളുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം പറയാം, നമ്മളുടെ ടൂത്ത് ലീക്കേജ് കാരണമാവുന്നത് എങ്ങനെയാന്ന് പറയാം, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എങ്ങനെയാണ് ഈ pH-നെ ഡിപ്പെൻഡന്റ് ആവുന്നതെന്ന് പറയാം, ഈ ആസിഡ് ആൻഡ് ബേസ് ഉപയോഗിച്ച് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എങ്ങനെയാണ്
സർവൈവ് ചെയ്യുന്ന സെൽഫ് ഡിഫെൻസ് ചെയ്യുന്ന എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പറയാം. 5 minutes is there. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അത്രയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ ആ സെഷൻ കഴിയും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സോൾട്ട്സ് ആൻഡ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾട്ട്സ് പഠിക്കാം. എനിക്ക് തോന്നുന്നു അതിന് കണ്ടവന ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറയുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മറിച്ചു നോക്കിക്കോളൂ കേട്ടോ. എന്നാലേ നിങ്ങൾക്കും അതൊന്ന് സ്ട്രൈക്ക് ചെയ്യുള്ളൂ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. The next is universal indicators. ഒന്നുമില്ല, ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. കുറച്ച് സ്റ്റൈൽ ആക്കി കളയാമെന്ന് ഓർത്ത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ വിശാലമായ ലോകമാണല്ലേ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ പലതരം ഇൻഡിക്കേറ്റർ എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഇവിടെ നമ്മൾ ആകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കെയിൽ നമ്മൾ പറഞ്ഞല്ലോ 0 to 14 സ്കെയിൽ ഒക്കെ ഉണ്ടെന്ന്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആകുമ്പോ ഇതിനകത്ത് സ്കെയിലിൽ നമ്മൾ നമ്പേഴ്സ് കാണിക്കുന്നതിന് പകരം ഇവര് റെഫറൻസ് ആയിട്ട് തരുന്നത് കളർ ചാർട്ടാണ്. ഓക്കെ, ഒരു കളർ ചാർട്ടാണ് തരിക. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ കിട്ടിയായിരുന്നല്ലോ, OB നോട്ട്സ് ഒക്കെ കിട്ടിയായിരുന്നില്ലേ? ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആ ഒരു കളർ ചേഞ്ച് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയട്ടെ, pH 0 ആണെങ്കിൽ ഡാർക്ക് റെഡ് കളർ ആയിരിക്കും, 1 ആണെങ്കിൽ റെഡ്, 2 ആണെങ്കിൽ റെഡ്, 3 ആണെങ്കിൽ ഓറഞ്ച് റെഡ്, 4 ആണെങ്കിൽ ഓറഞ്ച്, പിന്നെ ഓറഞ്ച് യെല്ലോ ആവും, ഗ്രീനിഷ് യെല്ലോ ആവും, ഗ്രീൻ ആവും. ഗ്രീൻ ആവുക എന്ന് പറഞ്ഞാൽ 7 ആയി pH എന്ന് വെച്ചാൽ ന്യൂട്രൽ. ആകാശിന്റെ അനിയൻ കെമിസ്ട്രി പഠിക്കാൻ വന്ന് നോക്കുകയാണ് ഇടക്കിടക്ക്. ഗ്രീൻ കളർ ആകും, which shows neutral. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഗ്രീനിൽ നിന്ന് അങ്ങോട്ട് പോകും തോറും ബ്ലൂവിന്റെ ഷെയ്ഡാണ് കൂടി വരിക. ലൈക്ക് ഗ്രീനിഷ് ബ്ലൂ ആവും, പിന്നെ ബ്ലൂ ആവും, നേവി ബ്ലൂ, പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ, വയലറ്റ്. വയലറ്റ് എത്തിക്കഴിഞ്ഞാൽ എക്സ്ട്രീം ബേസ് ആണ്. ഡാർക്ക് റെഡ് ആണെങ്കിലോ സ്ട്രോങ് ആസിഡ് ആണ് എന്നർത്ഥം. അപ്പം ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ കൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാല് ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെന്റ് pH-ൽ, അതായത് പല കോൺസെൻട്രേഷനിലുള്ള ആസിഡിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതൊരു pH തന്നെയാണ്, പക്ഷെ അതൊരു കളർ ചാർട്ടാണ്. കളർ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ pH വാല്യൂവിന് പകരം അതിനകത്ത് ഒരുപാട് കളേഴ്സ് ആണ് ഉണ്ടാവുക. ആ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് സിട്രിക് ആസിഡ് ഉണ്ടെന്ന് വെച്ചോ. സിട്രിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണ് അല്ലെ. സിട്രിക് ആസിഡ് നമ്മളുടെ ഉണ്ട്. നമ്മൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ പേപ്പർ മേൽ ഇത് ടച്ച് ചെയ്തപ്പോൾ സെയിൽ ആയിപ്പോ ഒരു 6 ഒക്കെയാണ് അതിന്റെ വന്നത്. 6 മീൻസ് ഒരു ലെമൺ ഗ്രീൻ കളർ ഒക്കെയാണ് അതിന് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ആയിട്ടില്ല, എന്നാല് എന്താണ് റെഡും അല്ല, അങ്ങനത്തെ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. അതേസമയം നമ്മളൊരു ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായിരുന്നു നമ്മളെ കയ്യിൽ. സൾഫ്യൂരിക് ആസിഡ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ആളാണ് ആര്? രാജാവ്. മറ്റാൾ അത്ര പോരാ, സിട്രിക് ആസിഡ് അത്ര പോരെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മളുടെ കയ്യിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, സേ ലൈക്ക് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പെല്ലറ്റ്സ് നമുക്ക് ഇങ്ങനെ പോയപ്പോ അവിടെ നിന്ന് കുറച്ച് കിട്ടില്ല ആദ്യം. അപ്പൊ നമ്മൾ അത് കലക്കി ഇതുമാ വെച്ച് നോക്കിയപ്പം വയലറ്റ് കളറാണ് കാണിച്ചത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങള്, ഒന്ന്, നമ്മളെ കയ്യിൽ ഒരു ആസിഡ് ഉണ്ട്. 2, ഒരു ആസിഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്. 3, ഒരെണ്ണം അത്ര സ്ട്രോങ് അല്ല. 4, പിന്നെ നമ്മളെ കയ്യിലിരിക്കുന്നത് ഒരു വമ്പൻ ബേസ് ആണെന്നും മനസ്സിലാക്കാം. അതായത് പല പല H+ അയോൺ കോൺസെൻട്രേഷനിൽ ഇതിന് പല പല കളേഴ്സ് ആണ് കാണിക്കാം. pH ആവുമ്പോൾ പല വാല്യൂസ് കാണിക്കുന്നു എന്നതിന് പകരം യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആകുമ്പോൾ പല കളർ ചേഞ്ച് ആണ് കാണിക്കാം. അപ്പം ഇതിനിങ്ങനെ ഒരു ചാർട്ട് തന്നെയുണ്ട്, ഈ കളർ ചാർട്ട് ഉണ്ട്. അപ്പം ഈ കളർ ചാർട്ട് വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവത്തിനെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് തന്ന സബ്സ്റ്റൻസ് നമ്മൾ ഈ pH പേപ്പറിൽ ഡിപ്പ് ചെയ്തിട്ട് നോക്കും. അപ്പം ആ കളർ റേഞ്ച് നമുക്ക് കമ്പയർ ചെയ്യാലോ. അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ള ആസിഡിന്റെ സ്ട്രെങ്ത്, അത് എത്രമാത്രം സ്ട്രോങ് ആണ്, വീക്ക് ആണ്, അല്ലെങ്കിൽ ഏതൊരു റേഞ്ചിൽ വരുന്ന ആളാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. യു ഹാവ് 2 സൊല്യൂഷൻസ് A and B. 2 സൊല്യൂഷൻ A and B ഉണ്ട് നമ്മളുടെ കയ്യിൽ. എന്റെ pH 6 ഉം ബിന്റെ pH 8 ആണെങ്കിൽ
ഏതിലായിരിക്കും കൂടുതൽ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ? Which one has more hydrogen ion concentration? ഏതിനായിരിക്കും? A ക്കായിരിക്കും. Why? കാരണം A ന്റെ pH ആണ് 6. Lesser the pH, more concentrated. അല്ലെ? More concentration of H plus ion ആണ്. Which of the solutions is acidic and which one is basic? അതാർക്കും പറയാം അല്ലെ? 6 ആണ് acidic, 8 എന്ന് പറയുന്നത് basic ആണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ NCERT ബുക്കിൽ ഒരു ABCDE എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയാണ്, ഒരു 5 സൊല്യൂഷൻസ് തന്നു, ABCDE 9 7 11 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ? അതൊക്കെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ചാപ്റ്റർ 5ത്തെ ഇതുപോലെ ഒരു ടേബിൾ ഉണ്ട്, മെഗ്നീഷ്യം സൾഫേറ്റ്, സൾഫേറ്റ്, ഈ സൾഫേറ്റ്, ഇതിൽ ഒരെണ്ണത്തിന് ഡിസ്പ്ലേസ് ചെയ്തു, വേറെ ഒരെണ്ണത്തിൽ നോ റിയാക്ഷൻ, പിന്നെ ഇതിലത് റിയാക്ഷൻ, പിന്നെ ഇതിൽ നോ റിയാക്ഷൻ. അപ്പം ഇതിന്റെ റിയാക്ടിവിറ്റി ഓർഡർ ചെയ്താൽ ചാപ്റ്റർ 3 റിയാക്ടിവിറ്റി സീരീസ്. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും പലപ്പോഴും ചോദിച്ചു കാണുന്നുണ്ട്. എന്താണ് എന്റെ പിറകിലത്തെ രഹസ്യം എനിക്ക് അറിയാൻ പാടില്ല. അപ്പം നിങ്ങൾ ഒന്നും നിസ്സാരമാക്കി കളയണ്ട. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ആൻസർ ഒക്കെ എല്ലാം സെയിം ആയിരിക്കുമല്ലോ, ക്വസ്റ്റ്യൻ മാത്രം പല രീതിയിൽ ചോദിക്കുന്നുള്ളൂ അല്ലെ? അപ്പൊ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പോയി നോക്കുക. അപ്പം ഈ ആഴ്ച ഞാൻ എന്ത് അസൈൻമെന്റ് തരണം? തന്നാൽ നിങ്ങൾ ചെയ്യണില്ല. ഇന്ദ്ര ഭയങ്കര ശരി. ഞാൻ അങ്ങനെ ഇന്നത്തെ എഴുതൂ സബ്മിറ്റ് ചെയ്യുന്നൊക്കെ പറയാത്തത് കാരണം എക്സാമിനേഷൻ എടുക്കാനായി തുടങ്ങി, എല്ലാവർക്കും ഇഷ്ടംപോലെ പഠിക്കാനുണ്ടാവുന്ന അറിയുന്നതുകൊണ്ടാണ് എഴുതൂ എന്ന് ഞാൻ പറയാത്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പഠിക്കൂ എന്ന് പറയുന്നത്. പഠിച്ചിട്ട് നിങ്ങൾ എനിക്കൊരു വോയിസ് ഇട്ടാൽ മതി, ഞാനിത് കംപ്ലീറ്റ് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, അപ്പം ദോസ് ഹു ഹാവ് ബീൻ കംപ്ലീറ്റഡ്, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ആ 2 ക്വസ്റ്റ്യൻസ് കഴിയാത്തവര് എന്ത് ചെയ്യണം? അതും കൂടെ ഇട്ടിട്ട് 10 9 ആയിട്ടോ. 10 9 കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ കഴിഞ്ഞായിരുന്നു. ദോസ് ഹു സബ്മിറ്റഡ്, അല്ലാത്തവർക്ക് 10 9 8 3 സെറ്റ് കേട്ടോ. പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങാൻ ഇനി 7 days ഉണ്ടല്ലോ, അതിന് മുൻപായിട്ട് ഇടാം. അപ്പം ദോസ് ഹു സബ്മിറ്റഡ്, നിങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു ലോട്ടറി ആയിക്കോട്ടെ, നിങ്ങൾ ഒരു സെറ്റ് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, 10 9 നിങ്ങൾ കഴിഞ്ഞതാണ്, 8 മാത്രം പഠിച്ചാൽ മതി. പഠിച്ചിട്ട് ആസ് ഐ സെഡ് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കണം, എല്ലാ ചാപ്റ്റേഴ്സിലത്തെ ഉണ്ടാവുമല്ലോ, അതെല്ലാം പഠിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വോയിസ് ഇട്ടാൽ മതി. ബിക്കോസ് ഐ ട്രസ്റ്റ് യു. ഓക്കെ, രാജലക്ഷ്മിക്കാണോ ലിങ്ക് വേണ്ടത്? ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ രാജലക്ഷ്മി, ഞാൻ അയച്ചു തരാം. ഞാൻ മാമിനോട് പറയാം. ഷൗമി മാം, നമ്മളുടെ CBSEയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലേ, അതിന്റെ ലിങ്ക് ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കണേ. ഓക്കെ, നമ്മളുടെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്നേ, അതാണ് പ്രശ്നം. നമുക്ക് എല്ലാം ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ചെറിയൊരു സമയം കൊണ്ട് എല്ലാവരും കവർ ചെയ്യാം. ചെയ്യിപ്പിക്കാം. ഓക്കെ ഫൈൻ. അപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാം. ഹോപ്പ് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഐ ഹോപ്പ് യു ഡോണ്ട് ഹാവ് എനി ഡൗട്ട്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നിപ്പോ സമയം എത്രയായി, എന്റെ നമ്പർ എല്ലാവർക്കും അറിയാലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ അയച്ചു തരാം. സംശയം ദൂരീകരിക്കാം. ഉടനെ ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലും ബട്ട് ഐ വിൽ വിത്തിൻ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പം ഓൾ ഓഫ് യു സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്മാർട്ട്. നന്നായിട്ട് പഠിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ till then all of you take care, bye, good night. Yes, you're welcome.